ഹായ് പ്രിയമുള്ളവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞാൻ ഇച്ചിരി സുഖമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ചെറിയ പനിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ കഥ ചെയ്യാണ്ടിരുന്നത്. ഇത്തിരി കോളുകൾ വന്നു, മെസ്സേജ് വന്നു, എന്താ പറ്റിയത്, എന്താ കഥയില്ലാത്തതെന്ന് ചോദിച്ച്. ഒരു നേരം നമ്മുടെ കഥ കാണാതാവുമ്പോൾ അന്വേഷിക്കാൻ ഒത്തിരി പേരുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ്. നിങ്ങളൊക്കെ മനസ്സിൽ എനിക്ക് നൽകിയ സ്ഥാനം, എന്തായാലും ഒത്തിരി സന്തോഷം. കഥയിലേക്ക്. അയ്യടാ നാണം, വേണേ തിന്നാവാടി. ദേവ് പറഞ്ഞു തിരിഞ്ഞും അവിടെ ആര് ചേച്ചിയാനും ഉണ്ടായിരുന്നില്ല. യോ, അവരൊക്കെ പോയി, ഞാനും പോണ്. ദേവ് ഫുഡ് സെക്ഷന്റെ അവിടേക്ക് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. എന്നെ കൊണ്ട് പോടി. അബി അവളുടെ പിന്നാലെ ഓടാൻ ശ്രമിച്ചു. പക്ഷെ ലോങ് സ്കേർട്ട് ആയതുകൊണ്ട് അവൾക്ക് ഓടാൻ പറ്റിയില്ല. ഈ ദേവ് ഇതും വെച്ച് എങ്ങനെ ഓടി എന്റെ ഭഗവാനെ. അബി ഒന്ന് ആത്മതിച്ചുകൊണ്ട് നടന്നു. പാവാടയും ചട്ടി അവൾ മുന്നോട്ടേക്ക് ആഞ്ഞു. വയറിൽ ആരുടെയോ കരസ്പർശം അറിഞ്ഞുകൊണ്ട് അവൾ കണ്ണു തുറന്നു. ശിവനെ, ഇതേത് ജില്ല? മുന്നിൽ ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന വിച്ച്. അവന്റെ കയ്യിലെ പാടൊക്കെ പോയിരുന്നു. അവൻ അവളെ തന്നെ നോക്കി. ഇത്രയും ദിവസം തന്റെ കണ്ണു മുമ്പിൽ പോലും വരാതെ ഒളിച്ച് നടക്കുകയായിരുന്നു പെണ്ണ്. എന്നെങ്കിലും ഒരു ദിവസം കയ്യിൽ കിട്ടുന്ന പ്രതീക്ഷയിൽ അവനും. ഡാർക്ക് ബ്ലൂ കളർ സ്കേർട്ടും അതിനോട് ചേർന്ന ഗോൾഡ് ആൻഡ് ബ്ലൂ കളറുള്ള ടോപ്പുമായിരുന്നു അവളുടെ വേഷം. അവൾ അതിലൊന്ന് തിളങ്ങിയതുപോലെ അവന് തോന്നി. അതേസമയം അബിയുടെ കൈകൾ അവനെ നെഞ്ചിൽ അമർന്നിരുന്നു. ഇത്രയും ദിവസം ഒളിച്ചു നടന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് അവന്റെ മുമ്പിൽ, അതും ഇത്രയടുത്ത് കണ്ടതിൽ അവളിൽ ആകെ ഒരു വെപ്രാളമായിരുന്നു. എടി വെകിളി, സൂക്ഷിച്ച് നടക്ക്, അവൻ ചുണ്ടിലൊരു ചിരിയുമായി പറഞ്ഞു. ഞാൻ സൂക്ഷിച്ചാ നടന്നേ. അവന്റെ കൈക്കുള്ളിലാണ് താനെന്ന ബോധം അവളിൽ ഇല്ലായിരുന്നു. അവൻ അവളെന്ന് പൊക്കിയൊരു മൂലയിലേക്ക് മാറ്റി. എന്താ? അല്ല, നിന്നെ കണ്ടിട്ട് കുറെ കാലായില്ലേ? കുറച്ച് ദിവസമായി നീ ടോം ആൻഡ് ജെറി കളിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അതൊന്ന് തീർത്തു തരാന്ന് കരുതി. പിന്നെ ഡാൻസ് ഉള്ളായിരുന്നു കേട്ടോ. താങ്ക്സ്. ചെറുതായി അവിടെ കടന്നെന്ന വെളിച്ചത്തിൽ അവന്റെ കണ്ണിലെ തിളക്കം അവൾ കണ്ടു. അവൾ അവനെ അപ്പോഴാണ് ശരിക്കൊന്ന് കാണുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവൾ അവനെ കണ്ടിരുന്നില്ല. തൻ്റെ അതേ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് ജീൻസും, രണ്ടുപേരുടെയും ഡ്രസ്സിന് ഒരേ കളറാണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. നമ്മുടെ ഒരേ കളറാണല്ലോ, കൊച്ചുകുട്ടി പറയുന്ന പോലെ കണ്ണു വിടർത്തി അവൾ പറഞ്ഞതും അവൻ അറിയാതെ ഒന്ന് ചിരിച്ച്. അപ്പോഴാണ് അവൾക്കും താൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായത്. എന്ത്, ഇഷ്ടായില്ലേ? ഇല്ല, ഇയാളുടെ ആര് പറഞ്ഞേ ഇതേ കളർ ഇടാൻ? അത് ശരി, നീ എന്റെ കളറിന്റെ ഡ്രസ്സ് നോക്കി ഇട്ടതല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ എനിക്ക് അതിന്റെ പണി. പിന്നെ വേറെന്താ മോൾക്ക് പണി? അവൻ ഒന്നുകൂടെ അവളിലേക്ക് ചേർന്ന് നിന്നു. ഒരു പണിയില്ല. ആര് പറഞ്ഞു? എനിക്ക് കണ്ട കടന്നലിന്റെ കുത്തൊക്കെ വാങ്ങിച്ചെന്നും പോരാ. അതറിയാതെയല്ലേ ഞാൻ സോറി പറഞ്ഞാണല്ലോ, കേൾക്കണ്ടല്ലേ? ആർക്ക് വേണം നിന്റെ സോറി? പിന്നെന്താ വേണ്ടേ? അതോ, എനിക്ക് ഒന്ന് പറഞ്ഞു തീർക്കാൻ നോക്ക്. നീ തരണ്ട, ഞാൻ എടുത്തോളാം. എന്നാ എടുത്തോ. എന്താ സാധനം? അബി കാര്യറിയാൻ നോക്കി. എടുക്കട്ടെ. അവൻ അവളുടെ അരയിൽ പിടിച്ച് കുറച്ച് പൊക്കി തന്നിലേക്ക് ചേർത്ത് നിർത്തി. എന്ത്? എന്താ? മാറിക്കേ. അവൾ അവന്റെ കൈയെടുത്ത് മാറ്റാൻ നോക്കി. അവന്റെ മുഖം അവളിലേക്ക് അടുത്തു. എടാ വിച്ചു, ഈ തെണ്ടിത് എവിടെയാ? അപ്പുവിന്റെ സൗണ്ട് കേട്ടതും അവൻ അവളിൽ നിന്ന് അടർന്നു മാറി. നിന്റെ സേട്ട് എനിക്കൊരു പാരയാണെന്നാ തോന്നുന്നത്. എന്തായാലും വന്നല്ലേ, ഇതുകൂടെ വെച്ചോ. അവൻ അവളുടെ കവിളിൽ ചുണ്ട് ചേർത്ത് അവളെ നോക്കിയൊന്ന് കണ്ണിറുക്കിക്കൊണ്ട് അപ്പുവിന്റെ അടുത്തേക്ക് പോയി. നീ ഇത് എവിടെയായിരുന്നടാ? അപ്പു, ഞാൻ വേണ്ടപ്പെട്ടൊരു പണിയിലായിരുന്നു, നീ നശിപ്പിച്ചു. പിച്ചു. അതേത് പണി? അപ്പു, നിനക്കാ പറഞ്ഞാൽ മനസ്സിലാവില്ല, നടക്കണ തെണ്ടി. അപ്പുവിന് കാര്യം മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലായ എക്സ്പ്രഷൻ വിട്ട് വിച്ചുവിന്റെ കൂടെ നടന്നു. അതേസമയം ഫുഡ് കഴിച്ചുകൊണ്ട് അബിയെ പറ്റി ചർച്ചയായിരുന്നു. എന്നാലും അബി ഇതെവിടെ? ഇനി അവൾ വഴിതെറ്റിങ്ങാനും പോയോ? അനു, ഈ ഫുഡ് ഇപ്പൊ തീരും, അവൾ കൂടെ ഉള്ളത് തിന്നാലോ, വേസ്റ്റ് ആക്കണ്ടല്ലോ. ആമി, ഓഹ് ദാരിദ്ര്യം. അവൾ വന്നോളും. ആര് ചേച്ചി? എന്റെ ബലമായ സംശയം അവൾ ഏതെങ്കിലും മൂലക്ക് മാറിയൊന്ന് ഒറ്റക്ക് കുത്തി കയറ്റുന്നുണ്ടാവും. യാ, അതൊരു വളരെ നല്ലൊരു ഇതാണ്. അനു. ചിന്നുവിന്റെ അനക്കൊന്നും കേൾക്കാതായപ്പോൾ അവർ തിരിഞ്ഞു നോക്കി. ചിക്കന്റെ കാലുമായി പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. ദൈവമേ, ആ ചിക്കന്റെ ഒക്കെ ഒരു വിധി. ഒരു മയത്തിലൊക്കെ തിന്നെ കൊച്ചേ. ആര് ചേച്ചി? ഇതേത് ഭാഷ? ചിന്നു എന്തോ ചാവച്ചേറിക്കൊണ്ട് പറഞ്ഞു. അന്യഭാഷയിൽ തെറി പറഞ്ഞ അറിയില്ലെന്ന് എഴുതിയോ? ചേച്ചിയെ, ഇവള് ചേച്ചിയുടെ അച്ഛനെ വിളിച്ചാ. ദേവു. ചിന്നു. ചുറ്റിലും നിന്നിരുന്ന ആൾക്കാരൊന്ന് ഞെട്ടി ചിന്നുവിനെ നോക്കി. ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു ബഡി എന്ന കണക്കെ. ചിന്നു എല്ലാവരെയും നോക്കി നെളിച്ചിട്ട് ചിക്കൻ കാല് പൊക്കി കാണിച്ചു. അതെ, ഞാൻ പോയി 2 കാല് കൂടെ എടുത്തിട്ട് വരാം. മതിയടി.
നോനോ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, പാഴാക്കരുത്. ചിന്നു എവള് അനു. ആൾക്കാരൊക്കെ നോക്കിക്കുന്ന കാരണം എല്ലൊന്നും കടിച്ചിന്നാൻ പറ്റുന്നില്ലല്ലോ. ആര് ചേച്ചി? സത്യം ഇതാണ് പ്രശ്നം, വീട്ടിലായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ചിന്നു ചിക്കൻ കാല് വാങ്ങാൻ ചെന്നപ്പോൾ അവിടുത്തെ ചേട്ടൻ അവിടുന്ന് സൂക്ഷിച്ച് നോക്കി. ഇതിപ്പോ 13ാമത്തെ പ്രാവശ്യമാണ് അവൾ വാങ്ങാൻ വരുന്നത്. ഇതുപോലെ കുട്ടി ട്രാക്കുളെങ്ങാനും ആണോ എന്നാണ് ചേട്ടന്റെ സംശയം. എന്റെ പൊന്നു ചേട്ടാ, എന്നെ നോക്കിക്കഥ ആ കാൽ നിങ്ങട്ടേക്ക് ഇട്, എനിക്ക് തീരെ ക്ഷമയില്ല. ചേട്ടൻ ദയനീയമായി അവളെ നോക്കി ഇട്ടുകൊടുത്തു. വാവ്, വണ്ടർഫുൾ പീപ്പിൾ. ഞാൻ ഇന്നൊരു കലക്ക് എന്റെ കറവേട്ട. എന്റെ അമ്മോ, എന്തത്! ചിക്കനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ചിന്നു മുന്നിലുള്ള ആളെ കണ്ടില്ല. ചിന്നു ചിക്കന്റെ കാല് കടിച്ചു പിടിച്ചുകൊണ്ട് തല ഉയർത്തി നോക്കി. അപ്പേട്ടാ. അവള് വാതുറന്നു ചിക്കൻ നേരെ പ്ലേറ്റിലേക്ക് വീണു. ചിക്കൻ വീണ ശക്തിയിൽ പ്ലേറ്റിലുണ്ടായിരുന്ന സോസ് അവിടെ മൂക്കിലേക്ക് കയറി. സോസ ആണോ? ആ, അപ്പേട്ടൻ കഴിച്ചോ? ചിന്നു ചമ്മിയ മുഖം മറക്കാൻ ചോദിച്ചു. അവിടെ ആ മനോഹരമായ ചിരി കണ്ടപ്പോൾ അവന് ഓർമ്മ വന്ന് പറക്കുന്തളികയിലെ ബാസന്തിയാണ്. ഇല്ല, ഞാൻ വിച്ചുവിനെ തപ്പി ഇറങ്ങിയതാ. ആണല്ലേ, ഞാൻ ഇതൊന്ന് തീർക്കട്ടെ, ഒരു 2 മണിക്കൂർ കൊണ്ട് തീരും. ചിന്നു അതും പറഞ്ഞ് ചിക്കന്റെ കാലെടുത്ത് വായിൽ വെച്ച്. കഴിച്ചോ? വേണോ അപ്പേട്ടാ? വേണ്ട വംശി, നീ തന്നെ കഴിച്ചോ. വേണ്ട, എന്നാ എനിക്ക് വേണം. ചിന്നു ചിക്കനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തിരിഞ്ഞടന്നു. അവൻ എന്ത് വിചാരിക്കുന്നതെന്ന് ചിന്നുവിന്റെ വിഷയമേ അല്ലായിരുന്നു. തിന്നാൻ വേണ്ടി ജനിച്ചാണ് ദൈവം ഇത്. അപ്പോൾ അവൾ പോയ വഴിയെ നോക്കി ആത്മഹതിച്ചു. ചിന്നു തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അബിയ അവിടേക്ക് എത്തിയിരുന്നു. അവളോട് എവിടെയായിരുന്നൊക്കെ ചോദിച്ചെങ്കിലും അവൾ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. സംഭറിഞ്ഞാൽ ചിലപ്പോൾ അവർ വാരി കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. ചേച്ചി അവിടേക്ക് നോക്കിയേ. ദേവ് എവിടെയൊക്കെ ചൂണ്ടിക്കാണിച്ചോ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. വിസ്കി, വോഡ്ക, ബ്രാൻഡി, റമ്മ്, വാവ്, അങ്ങനെയുള്ള മുഴുവൻ ഡ്രിങ്ക്സ് ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നു. അത് കണ്ടത് ആര് ചേച്ചിയുടെ മനസ്സിൽ അന്നത്തെ സംഭവം ഓർമ്മ വന്നു. അപ്പച്ചേ, ഇതെന്തിനാടി എനിക്ക് കാണിച്ചെന്ന്? ആര് ചേച്ചി? അല്ല, അത് കാണുമ്പോ ദേവ്. നീ ശവത്തി കുത്തിരുത്. ആര് ചേച്ചി? ഇല്ല ചേച്ചി, ചേച്ചിയെ ശവാവാൻ ഞങ്ങൾ സമ്മതിക്കൂല. അനു. അല്ല ചേച്ചി, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാ? എനിക്കറിയില്ല. എന്താ നിനക്ക് വേണോ? അല്ലെങ്കിൽ നീ ഓസിനിട്ടി ആസിഡ് കുടിക്കുന്ന ടീമല്ലേ? അത് വീട്ടിൽ കിളവി, അന്ന് നിങ്ങൾ കുടിച്ചല്ലേ, അപ്പൊ നിങ്ങൾക്ക് ടേസ്റ്റ് അറിയില്ലേ? ആര് ചേച്ചി? അത് അന്ന് എനിക്ക് ബോധമില്ലല്ലോ. ആര് ചേച്ചി? അത് ജനിച്ചപ്പോഴേ ഇല്ലല്ലോ. എന്ത് ബോധം? ഏയ്, ചേച്ചിക്ക് തീരെ കപ്പാക്കിറ്റി പോരാ. എടി കപ്പാക്കിറ്റി അല്ല, കപ്പാസിറ്റി. ഓ, അതേതാ സിറ്റി? ട്രിവാൻഡ്രം സിറ്റി, സ്മാർട്ട് സിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതാടി കപ്പാസിറ്റി? ഓ, മിണ്ടാണ്ടിരിക്കടി, പറയണേട്ടാ തോന്നുന്നു നിനക്കുണ്ടെന്ന്. ആര് ചേച്ചി? എനിക്കൊക്കെ ഉണ്ട്. അനു. ഒരു ഗ്ലാസ് അടിച്ച് അവിടെ കിടക്കുമ്പോഴേ നീ. ആര് ചേച്ചി? ഓ മൈ ഗാഡ്, അനു, നിന്നെ ചേച്ചി ഒരു മയമില്ലാതെ പുച്ഛിക്കുകയാണ്. നിന്റെ കപ്പാക്കിറ്റി നീ കാണിച്ചു കൊടുക്ക്. ചിന്നു. നീ എനിക്ക് പണി വാങ്ങിത്തരും. അനു. അങ്ങ് കാണിച്ചു കൊടുക്കുമാരേട്ടാ. ചിന്നു അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ചു. അനു, തരടരുത്. എന്ത്? അല്ല, തളരരുത്, വെല്ലുവിളി ഏറ്റെടുക്ക്. ചിന്നു അനുവിനെ കേൾക്കാൻ മാത്രം പറഞ്ഞു. ഞാൻ കാണിച്ചുതരാം, വാ. അനു ഡ്രിങ്ക്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അനു ഒരു ഗ്ലാസ് എടുത്ത് ചിന്നുവിനെ നോക്കി. ചിന്നു തംസപ്പ് കാണിച്ചു. അനു വായിലേക്ക് ഗ്ലാസ് കമിഴി. അങ്ങനെ 3-4 ഗ്ലാസ് ഒറ്റയടിക്ക് കുടിച്ചുകൊണ്ട് അവൾ അവരെ നോക്കി. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു. കൊള്ളാം, പൊള്ളി സാധനം. നീ ആ ചെറുങ്ങിട്ട് എടുത്തേ. വായും തുറന്ന് എല്ലാരും അവളെ തന്നെ നോക്കുന്നുണ്ട്. അനു, എടി അനു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആമി. ഏയ് ഇല്ലാലോ. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ടോ? സൂക്ഷിച്ചു നോക്കിയേ. ഹാവു, എന്ത് കൂടിയാ കുടിച്ച്? എടി, നിന്റെ കിഡ്നി പോവും. എടി, വെള്ളടിച്ച കിഡ്നിയിലെ ലിവറല്ലേ പോവാ? എന്തായാലും പിന്നെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ ഈ അടിക്ക് ലിവർ മാത്രല്ല, ആമാശയം വരെ അടിച്ചു. അജാതി അടിയല്ലേ അവളടിച്ച്. ഏയ്, അങ്ങനെയൊന്നും ഞാനും ചാവത്തില്ല. അനു. എടി, ആരെന്റെ തലയിൽ സിമെന്റ് ചാക്കി കയറ്റി വെച്ച് തലക്ക് വല്ലാത്തപ്പോ ആരാന്ന് ഇറക്കി വെച്ച്? പണി പാടിയാ. ആമി. മോളെ അനു, ഞാൻ ആരാണെന്ന് പറഞ്ഞേ? ആര് ചേച്ചി? നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക. നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക നീ ആരാണെന്ന്. അപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു തരും നീ ആരാണെന്ന്. ഇപ്പൊ നീ പറ, നീ ആരാ?
നീ മറ്റവളല്ലടി? മറ്റവളല്ല, സത്യം പറ. അനു ചേച്ചിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. യോ പതുക്കെ, ആരാണെന്ന്? ആര് ചേച്ചി? സിൽക്ക് സിമിത, എനിക്കറിയാം. ദേവിയേ, പോയി പോയി, കുട്ടിയുടെ റിലേ ആന്റിനെയൊക്കെ പോയി. ദേവു, നീ അതിനൊക്കെ കാരണം. ആര് ചേച്ചി ചിന്നുവിനെ നോക്കി. അയ്യോ, അതിന് ഞാനിവൾ ആട് കാടി പോന്തുന്ന പോലെ പോന്തെന്ന് വിചാരിച്ചോ? ജാതി കൂടി അവള് കുടിച്ച് ഇനി എന്ത് ചെയ്യും? ചിന്നു അവർ അനുവിനെയും കൊണ്ട് കുറച്ച് മാറി നിന്നു. ആൾക്കാർ അധികമില്ലാത്ത സ്ഥലമായിരുന്നു. എനിക്ക് വീട്ടിൽ പോണം. ആമി, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് ഇപ്പൊ പോണം. എടി എടി, എന്തേലും ഒന്ന് ചെയ്യേ. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? ആമി, എടി ഇവളെ ഇങ്ങനെ കൊണ്ടുപോകും. തലക്ക് വെടികൊണ്ട പന്നിയെ പോലെ നിലത്തുറക്കുന്നില്ല അവളുടെ കാല്. ആടിയാടിയെ നടക്കുന്നു. ഇതൊക്കെ ഒരു അച്ഛനും അമ്മയും കണ്ടാലോ? ആര് ചേച്ചി? ആ, അതും ശരിയാ. ആ, നിങ്ങളോട് ഉണ്ടായിരുന്നോ? നിങ്ങൾ അന്വേഷിച്ച് ആ ചമ്മ നടക്കുന്നുണ്ട്. അവരെല്ലാവരും തിരിഞ്ഞു നോക്കി. സുഭാഷ്, കിച്ചുവേട്ടൻ. കിച്ചേട്ടാ? ചിന്നു. കിച്ചേട്ടനോ? എന്തോ ആടി? വെറുതെ. ചിന്നു ഒന്നും അറിയാത്ത പോലെ നിന്നു. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. നിങ്ങളെന്താ ഡ്രിങ്ക്സിന്റെ ഭാഗത്ത്? കിച്ചു. ഇതൊക്കെ ഒന്ന് കാണാൻ. അബി. അനുവിടെ ബാക്കിൽ നിൽക്കുന്ന കാരണം അവൻ അവളെ കണ്ടിരുന്നില്ല. അയ്യോ, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല കിച്ചേട്ടാ. അവന് പെട്ടെന്ന് മുന്നിലേക്ക് വന്നുകൊണ്ട് കിച്ചുവിന്റെ കയ്യിൽ പിടിച്ച്. എന്തോന്ന്? കിച്ചു കണ്ണു ഒന്നുകൂടെ തുറന്ന് ശരിക്കവളെ നോക്കി. എന്റെ അത്തിപ്പാറ അമ്മച്ചി തീർന്നു. എന്റെ പേര് പറയല്ലേടി. ചിന്നു. ഓ ഇല്ല, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. ആര് ചേച്ചി? ഇവൾക്ക് എന്താ പറ്റിയേ? കിച്ചു. അതേട്ടാ. ദേവു. പറ, ഇവള് കുടിച്ചിട്ടുണ്ടോ? ചിന്നു. സത്യം പറ ദേവു. അതേട്ടാ, അവളൊരു ആവേശത്തിൽ കുടിച്ചതാ. ആമി. അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് പിടിച്ച് തിരിക്കുന്ന തിരക്കിലായിരുന്നു. ചേട്ടാ, ഈ ബട്ടൺസ് എന്താ പറഞ്ഞു വരാത്തെ? എത്ര നേരം ഞാൻ നോക്കുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവളുടെ മുഖം കണ്ടപ്പോൾ അവന് വാത്സല്യമാണ് തോന്നിയത്. അവൾക്ക് രംഗീലയും. പറ്റുന്ന പണിക്ക് പോയാ പോരെ? കിച്ചു. അമ്മയും അച്ഛനും പറഞ്ഞ സീനാവും കിച്ചു കേട്ടോ. ഇനി എന്ത് ചെയ്യും? ദേവ്. എനിക്ക് വീട്ടിൽ പോയാ മതി. എന്നെ കൊണ്ടുപോ കിച്ചാ. കിച്ചണോ? കിച്ചേട്ടൻ അടുക്കളയായോ? ചിന്നു. കിച്ചനല്ലടി, കിച്ചാന്നാ. ദേവു. നിങ്ങൾ നോക്കോ, ഇവിടെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. ഇവിടുത്തെ ശരിയാവില്ല. കിച്ചു. ശരിക്കും? സത്യം? ചിന്നു. ആരോട് പറയണ്ട വീട്ടിലേക്ക് പോയെന്ന്. നിങ്ങളവിടെ കൂടെ വന്നാൽ മതി. കിച്ചു. ആ, എന്നാ അത് മതി. ദേവു. ശരി, പോക്കോ. അവരവിടെ നിന്ന് തിരിച്ചു കടന്നു. എടിയേ. ദേവു. എന്താടി? ആമി. എടി, എനിക്ക് തോന്നുന്നതേ അന്ന് ചേച്ചി ദേവേണ്ണ ചെയ്ത പോലെ അനു കിച്ചണ്ണയും ചെയ്യുന്ന. ദേവു. മിണ്ടാ നടക്കടി. എന്ത് പറഞ്ഞാലും എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. ആര് ചേച്ചി? അതല്ല, ഞാനൊരു ഊഹം പറഞ്ഞതാ. ആര് ചേച്ചി? പച്ചക്കറി ഏറ്റി വരുന്ന അണ്ണാച്ചി വണ്ടിയെ പോലെ കിച്ചു അനുവിനെയും താങ്ങി കാറിന്റെ അവിടേക്ക് വന്നു. കിച്ചാ, ഇതിലാണോ നമ്മൾ പോകുന്നേ? ഇതിനെന്തോ കുഴപ്പം? നീ കയറിയേ. കിച്ചു വാതിലൊന്നും എടുത്തു. ഞാൻ കേറൂല. അതെന്താ? എനിക്ക് ബൈക്കിൽ പോയാ മതി. ബൈക്കോ? ഒറ്റ ചോദ്യത്തിൽ താഴേക്ക് ചാടിയ കിച്ചുവിന്റെ കണ്ണുകൾ പെറുക്കിയെടുത്ത് വീണ്ടും മുഖത്ത് വെച്ച്. അതേ കിച്ച, എനിക്ക് കിച്ചന്റെ കൂടെ ബൈക്കിൽ പോണം. കാറിൽ വേണി ആനയെങ്ങാനും കൊണ്ടുപോകും. എനിക്ക് ബൈക്ക് മതി. കിച്ചു ആണെങ്കിൽ ഇവൾ കിച്ചനെന്ന് വിളിച്ചിൽ കുരുങ്ങി കിടക്കുകയാണ്. എത്ര അഴിച്ചെടുക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. കിച്ച, ബൈക്ക് മതി പ്ലീസ്. അവൾ അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. കിച്ചുവിന്റെ ഹൃദയം എന്തിനോ വേണ്ടി മിടിക്കുന്നുണ്ടായിരുന്നു. ടും ടും ടും. വാഴയുടെ താങ്ങിന് വെക്കുന്ന മടക്കന പോലെ അവൻ അവളോടെ ചാരി നിർത്തി. എവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി കീ വാങ്ങി വരാം. വേഗം വരുമോ? കിച്ചു കണ്ണെടുക്കാതെ അവളെ നോക്കി. ബ്ലാക്കിൽ ഗോൾഡൻ പ്രിന്റ് ചെയ്ത സ്കേർട്ട് ആൻഡ് റെഡ് ടോപ്പായിരുന്നു അവിടെ വേഷം. ആ, ഞാൻ വേഗം വരാം. അവൻ അവളുടെ കവളിൽ കൈവച്ച് പറഞ്ഞു. കിച്ചു പോയി വിശുവിന്റെ കയ്യിൽ നിന്നും ബൈക്കിന്റെ കീ വാങ്ങി വന്നപ്പോൾ അനുവിനെ നിർത്തിയ സ്ഥലത്ത് കാണുന്നുണ്ടായിരുന്നില്ല. ഈ പെണ്ണിതവിടെ. കിച്ചു അവളെ ചുറ്റും നോക്കി. അപ്പോഴാണ് മരത്തിന്റെ പിന്നിൽ അവളുടെ സ്കേർട്ടിന്റെ ഒരു ഭാഗം കണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഒറ്റക്കാക്കി പോയല്ലേ? അനു കണ്ണൊക്കെ നിറച്ച് കൈവിരൽ മൂക്കിലിട്ടുകൊണ്ട് പറഞ്ഞു. ഹാ, ഞാൻ കീ വാങ്ങാൻ പോയതല്ലേ, വേഗം വന്നില്ലേ? നീ വാ. വേണ്ട, പോ. പ്രിയ കളിക്കല്ലേ, വന്നേ നീ.
അവൻ ഇച്ചിരി കലിപ്പെട്ടതും അവളൊരു കുഞ്ഞിനെ പോലെ അവന്റെ പിന്നാലെ നടന്നു. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നീ വീഴോ? ബൈക്കിൽ കയറി അവൻ ചോദിച്ചു. ഞാൻ വീഴില്ല, വണ്ടി എടുത്തോ? അനു അതും പറഞ്ഞ് അവന്റെ ബാക്കിൽ കയറുന്നതിന് പകരം ഫ്രണ്ടിൽ കയറിയിരുന്നു. അവൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അനു പെട്ടെന്ന് തല ബാക്കിലേക്ക് ചരിച്ചു. അവളുടെ ചുണ്ടുകൾ അവന്റെ താടിയിൽ തട്ടി. വീണ്ടും താഴോട്ട് വീഴാൻ പോയ കിച്ചുവിന്റെ കണ്ണുകളെ 2 വിരലുകൾ കൊണ്ട് അവൻ ബന്ധപ്പെട്ട് താങ്ങി നിർത്തി. ഇതാകുമ്പോ ഞാൻ വീഴൂലല്ലോ. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. എന്ത് ചെയ്യണമെന്ന് ശരിക്കും അവന് മനസ്സിലായില്ല. എന്നാൽ അവളിങ്ങനെ ചേർന്നിരിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം അവനെ പൊതിയുന്നത് അവൻ അറിഞ്ഞു. നെഞ്ചിൽ ചാരി കുഞ്ഞിനെ പോലെ കൈവിരൽ നോക്കി എന്തൊക്കെയോ പറയുന്ന അവളെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അതേ ചിരിയോടെ തന്നെ അവൻ വണ്ടിയെടുത്തു. ദൈവമേ, രണ്ടും കൂടി ഇനി ആ വീട്ടിൽ ചെന്ന് എന്നാ ഒപ്പിക്കുമോ ആവും.